ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ആഗസ്റ്റ് ബ്ലോഗിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്താ പറയേണ്ടതെന്നും അറിയില്ല. ഇന്ന് കുറച്ച് മുല്ലപ്പൂ കെട്ടി, മുല്ലമുട്ട് കെട്ടി അതിനെ കെട്ടി വെച്ചു. നാളെ മോൾക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടോ? ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, കമൻറ്റ് ചെയ്യുക. തിരുത്തുന്നതായിരിക്കും. ഏട്ടൻ കൈ വേദനിക്കണ പറഞ്ഞിട്ട് ഇത്തിരി മൂവ് എടുത്ത് വെച്ചു. അത് കാരണം ഷർട്ട് ഇടാൻ പറ്റില്ല പറഞ്ഞിരിക്കുകയാണ്. അത് കാരണം വരാണ്ടിരുന്നു. അപ്പോൾ ഷർട്ട് ഇടാൻ പോയിരിക്കണം. വരും. ഞങ്ങൾ ചെടി നനയ്ക്കുന്നത് കൊണ്ട് അപ്പോൾ അതിൽ വെള്ളം നനയ്ക്കുമ്പോൾ വേലിയും നനയ്ക്കും. അതിൽ മുല്ലച്ചെടികളുണ്ട്. അപ്പോൾ അത് കിളുത്ത് മുട്ട് വന്നു, പൂവായി. ഇന്ന് കുറച്ചേ ഉള്ളൂ. ഇത്രയും ദിവസം നിറയെ ഉണ്ടായിരുന്നു. അന്ന് ഇടാനൊന്നും പറ്റിയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് മുട്ടയെ കിട്ടുള്ളൂ. അതിനെ ഞാൻ കെട്ടി വെച്ചു. നാളെ ഇങ്ങനെ ഞാൻ വന്നിരിക്കുന്നു. അതാ എന്റെ ഏട്ടൻ വന്നു. ഇനി ബാക്കി ഏട്ടൻ വന്നതായിരിക്കും. എന്ത് പറയും? ഒന്നും പറയാനില്ല. ഇന്ന് പണിയെടുത്ത് വന്നപ്പോൾ ഷോൾഡർ കാര്യണ്ടായിരുന്നു. മോവൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അത് കാരണം കുറച്ച് വൈകിപ്പോയത്. ഷോൾഡർ കാര്യണ്ടായിരുന്നു. അയ്യ അമ്മ ഗ്യാസിന്റെ ആണെന്നാ തോന്നുന്നു. ഗ്യാസ് ഇങ്ങനെ കയറി ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും മുതൽ ഇവിടം വരെ വേദന. കാര്യമില്ല, നമ്മൾ ഗ്യാസിന്റെ ഗുളിക കഴിച്ചാൽ മാറുന്നതായിരിക്കും. ഗ്യാസിന് മൂവല്ല ആവശ്യം. ഗ്യാസിന് വേണ്ടത് ഗ്യാസിന്റെ ഗുളിക. കുഞ്ഞാവ് വിളിക്കുന്നുണ്ട്, വാല് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, ഹായ്, നമസ്കാരം കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഞങ്ങളുടെയൊക്കെ വീഡിയോ കണ്ട് ഞങ്ങളെ സഹായിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടൊക്കെ കേട്ടോ. ഇനിയും വീണ്ടും ഞങ്ങളുടെ വീഡിയോകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഇങ്ങനെ വരും. പക്ഷേ ആദ്യമായി വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് കുറേ വീഡിയോ ചെയ്യുമ്പോൾ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം ക്ഷമിക്കണം, സഹകരിക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും ഞങ്ങളെ സഹിക്കുക. വീണ്ടും ഞങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇതേപോലെ ചെറിയ വീഡിയോകളുമായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാനിങ് ഇട്ടാണ് ഇങ്ങനെ വീഡിയോയിലേക്ക് കടന്നിരുന്നത് കേട്ടോ. അതെ, എപ്പോഴും ഒന്നും പറ്റിയെന്ന് വരില്ല. വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ സമയമാകുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടണില്ല. പിന്നെ അത് എഡിറ്റ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. അയ്യോ, ഭയങ്കര പണിയാട്ടോ. ചിലർ പറയുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഒക്കെ തുടങ്ങി നിറയെ പണം വരുന്നുണ്ട്. എവിടെ? അത് ചെയ്ത് നോക്കുന്നവർക്ക് അതിൻ്റെ അറിയുള്ളൂ കഷ്ടപ്പാട് എന്തായിരുന്നു. യൂട്യൂബിൽ ഇപ്പോൾ മെയിനായിട്ട് പറയാനുള്ളതാണ്. അയ്യോ, മുല്ലപ്പൂപ്പ് കശക്കി കളഞ്ഞു പിടിക്കും. യൂട്യൂബിൽ വീഡിയോ ചെയ്ത് കാശുണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് പൈസ കിട്ടുന്നത്. എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് നാളെ ഒരു ചാനൽ തുടങ്ങി അയ്യോ യൂട്യൂബിലൂടെ പണം കിട്ടണം പറഞ്ഞ് കിട്ടുമോ? കിട്ടത്തില്ല കേട്ടോ. അതും പ്രതീക്ഷിച്ചിട്ട് ആരും വരരുത്. കഷ്ടപ്പെട്ടാൽ മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ. നിറയെ വ്യൂസ് വേണം, സബ്സ്ക്രൈബ് വേണം, വാച്ച് ഓവർ വേണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ 2 മാസത്തിൽ 3 മാസത്തിൽ നടന്നിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഒരു ആവശ്യമുണ്ട്. എന്ത്? ക്ഷമ വേണം. ക്ഷമയോട് കാത്തിരുന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ യൂട്യൂബിൽ ആരെങ്കിലും ചാനൽ തുടങ്ങി പെട്ടെന്ന് വൈറലാകണം പറഞ്ഞിട്ട് പ്രതീക്ഷയോടുകൂടി വന്നിട്ട് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ആവും കേട്ടോ. പക്ഷേ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ അവരൊക്കെ റീൽസ് ചെയ്യണോ, അവർക്ക് നിറയെ വ്യൂസ് ഉണ്ട്, അവർക്ക് പൈസ കിട്ടാൻ തുടങ്ങി തോന്നുന്നു എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. നിന്നെ ചോദിക്കാറില്ലേ? എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? അതാണ്, എത്ര പൈസ കിട്ടുന്നതെന്ന് ചോദിക്കുന്നത്. നമ്മൾക്ക് 1000, 2000 ഇല്ലെങ്കിൽ 5000 വ്യൂസ് ഒക്കെയാണ് ചിലതിൽ വരുന്നത്. ചിലപ്പോൾ 10 വരുന്നുണ്ട്, 20 വരുന്നുണ്ട്, ചിലതിൽ 500 ഉള്ളൂ. വിചാരിക്കും നിറയെ വീഡിയോ ഇടണം, അപ്പൊ നിറയെ കാശ് കിട്ടുന്നതാണ് അവരുടെയൊക്കെ വിചാരം. പക്ഷെ അതൊക്കെ വെറുതെ കേട്ടാ. അങ്ങനെ ആരും വിചാരിക്കരുത്. അതിൻ്റെതായ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ തന്നെ നോക്കി അറിയാം. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതിൽ എത്ര വ്യൂസ് വേണമെന്നും എത്ര വാച്ച് ഓവർ വേണമെന്നും ഇതെല്ലാം അറിയാം. അല്ലാതെ വെറുതെ പൈസ കിട്ടും പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടാനാണ്? അപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് വീണ്ടും നിങ്ങൾ വീഡിയോകളും റീൽസുകളും ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം പോയാൽ നമുക്കൊരു ദിവസം നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം ഇടാൻ നോക്കുക. വീഡിയോ ഒന്നും ഇടാൻ കഴിയില്ല കേട്ടോ. വീഡിയോ ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് കാരണം വീഡിയോ എടുക്കണം, അതിൽ ഒരുപാട് പണികളുണ്ട്, സമയം വേണം. അപ്പോൾ വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റില്ല. റീൽസ് നമുക്ക് വേണമെങ്കിൽ എന്നും ഇടാം. ചിലവർ 2 ഒക്കെ ഇടുന്നത് ഡെയിലി, 3 ഒക്കെ ഇടുന്നവരുണ്ട്. പക്ഷേ അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെയിലി 1 ഇട്ടാൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. വീഡിയോ നമുക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും ഇട്ടാൽ 1, 2 ആകാം. ഡെയിലി ഇടാൻ പറ്റി ഇടാട്ടോ. ഇടാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഡെയിലി ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം. വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. വേറെ പണിക്കൊന്നും പോകാതെ വീഡിയോ എടുത്തിട്ടിരുന്ന് കഴിഞ്ഞാൽ കഞ്ഞൂര് തിരക്കണ്ടേ. അതുകൊണ്ട് പണിക്ക് പോയി വന്ന് കിട്ടുന്ന സമയം നമുക്ക് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല രീതിക്ക് വീഡിയോ ചെയ്യുക, നല്ല രീതിക്ക് റീൽസ് ചെയ്യുക, അടിപൊളിയായിട്ട്. നമ്മൾ അവിടെ നിന്ന് കട്ടും പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ അടുത്തൊരാൾ ചെയ്തു വെച്ചേക്കാണ് നമ്മൾ ചെയ്യുന്നത്. റീൽസ് ചെയ്യുമ്പോൾ അവർ സൗണ്ട് നമ്മൾ എടുക്കുന്നു, നമ്മളത് ചെയ്യുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നിറയെ പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും വരുന്നത്. നമ്മളും കുറേ ആകുമ്പോൾ തനിയെ നമ്മൾ നമ്മുടേതായ സൗണ്ടുകളിലും നമ്മുടെ രീതികളിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും.
നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ ശ്രമിക്കാം അല്ലേ, അങ്ങനെയല്ലേ പറയാനുള്ളത്. ഇന്ന് ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ പിന്നെ വീട്ടുവിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, ഇന്ന് വേണ്ട, നമുക്കത് യൂട്യൂബിനെ കുറിച്ച് മാത്രമാക്കാം. അതാണ് നല്ലത്. നാളെ വേറൊരു വിഷയമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഡെയിലി എത്ര മണിക്ക് നമ്മൾ റീൽസ് എടുക്കും? വൈകുന്നേരം 9 മണി 9, 8 to 9 ഞങ്ങൾ റീൽസ് എടുക്കുക. കാരണം ഇന്നും ഞങ്ങളുടെ 6:30, 7 മണി, 6:30, ചിലപ്പോൾ 6 മണിക്ക് വരും, ചിലപ്പോൾ 6:30 വരും, ചിലപ്പോൾ 7 മണിയാവും. വന്ന് കുളി കഴിഞ്ഞ് ചിലപ്പോൾ ഇത്തിരി ചായ കുടിച്ച്, ചിലപ്പോഴല്ല എന്നും ഡെയിലി ചായ ഉണ്ട് കേട്ടോ. വർക്ക് കഴിഞ്ഞ് വന്നതെ നമുക്കൊരു ചായ ഇവിടെ റെഡിയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് പരിപാടിയാണ്. ചായ കുടിച്ച് കുളി കഴിഞ്ഞ്, ചായ കുടിച്ചൊരു 5 മിനിറ്റ് ഇരിക്കും. അത് കഴിഞ്ഞൊരു കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെയാണ് നമ്മൾ റീൽസ് എടുക്കാൻ നോക്കുന്നത്. അതെ, ഏതെടുക്കാമെന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ്. അതിനുശേഷമാണ് നമ്മൾ എടുക്കുന്നത്, അതിനുശേഷമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ കിട്ടുന്ന സമയം അത്രയേ ഉള്ളൂ. ആ സമയം കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിടുന്നത്. അതേപോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ വർക്കും പണി കളഞ്ഞിട്ടൊക്കെ റീൽസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കഞ്ഞി മുട്ടും. അതുകൊണ്ട് വർക്ക് മുഖ്യം, അതിനപ്പുറം മതി റീൽസ് എന്നാണ് നമ്മുടെ രീതി. അപ്പോൾ ഏത് നേരം ഫോണും തൂക്കി പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയം ഒരു 5-10 മിനിറ്റ് വേണം. ചിലപ്പോൾ 5 മിനിറ്റ് ആകും, ചിലപ്പോൾ അരമണിക്കൂറാകും ഒരു റീൽസ് എടുത്ത്. ചിലപ്പോൾ 4 പ്രാവശ്യം എടുക്കേണ്ടി വരും, ചിലപ്പോൾ 5 പ്രാവശ്യം എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം എടുത്താൽ ശരിയാവും. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരും ഇങ്ങനെ അവർക്ക് പണം കിട്ടുന്ന പെടുന്ന കാര്യമില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കൂ, അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് അല്ലേ. അപ്പോൾ വീണ്ടും വീഡിയോകളൊക്കെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളൊക്കെ ചെയ്യുക. യൂട്യൂബ് തുടങ്ങുന്നവരാണെങ്കിൽ ശരി, തുടങ്ങിയവരാണെങ്കിൽ ശരി. ഇപ്പോൾ കുറേ പേര് തുടങ്ങിയിട്ട് വേണ്ട വെക്കുന്നവരുണ്ട്. കാരണം ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് ആദ്യമൊക്കെ ഭയങ്കര സ്പിരിറ്റ് ആയിരിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ പൈസ കിട്ടുന്നുണ്ട്, അവർ വീട് കെട്ടി, അവർ കാറ് വാങ്ങി, അവർ വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾക്കും പെട്ടെന്നാകണം പറഞ്ഞ് നടക്കില്ല. കാരണം ചിലപ്പോൾ 1 വർഷം കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ 2 വർഷം കാത്തിരിക്കേണ്ടി വരും. പെട്ടെന്ന് അങ്ങനെ ആകണം പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ വീഡിയോകൾ ഇപ്പോൾ ഈ വീഡിയോ തന്നെ ചെയ്യാൻ എത്ര ദിവസമായി? ഒരാഴ്ച കഴിച്ചിട്ട് ഇന്ന് ക്യാമറ എടുത്ത് മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇതിന് മുന്നേ ഇന്നലെ ഒരു വീഡിയോ എടുക്കാൻ നോക്കി, അത് ചളവായി, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇന്ന് വീണ്ടും വന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നമുക്കൊരു കണ്ടന്റ് കിട്ടുന്നില്ല. മെയിനായിട്ടൊരു വീഡിയോ എടുക്കുന്ന കണ്ടന്റ്. ആ കണ്ടന്റൊക്കെ നമുക്ക് വരണം. വന്നു കഴിഞ്ഞാലേ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുള്ളൂ. അപ്പോൾ കണ്ടന്റ് തപ്പിക്കൊണ്ട് നടക്കണം നമ്മൾ. ആ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യും അടിപൊളിയായിട്ട്. ഇപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ സഹകരിക്കുക, അപ്പോൾ ഇതേപോലെയുള്ള ഞങ്ങൾ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്ത് അങ്ങനെ കുറേശ്ശെ ഞങ്ങൾ നന്നാക്കി അടിപൊളി വീഡിയോകൾ ചെയ്യും എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് അല്ലേ. അടിപൊളി വീഡിയോകൾ, അത് കോമഡി വേണോ, ആക്ഷൻ വേണോ, ഡ്രാമ വേണോ, അങ്ങനെ ആലോചിക്കണം നമ്മൾ അല്ലേ. ഏത് വീഡിയോ എങ്ങനെ വീഡിയോ വേണമെന്നൊക്കെ ഞങ്ങൾ ചെയ്യും. വീഡിയോ ഉറപ്പായിട്ട് നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇപ്പോൾ യൂട്യൂബിൽ ഞങ്ങൾക്ക് നിറയെ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതൊക്കെ വെറുതെയാണ്. കാരണം പറഞ്ഞാൽ ഒരിക്കലും ഈ വീഡിയോ കാണുന്നവർ നമ്മൾക്ക് പരിചയമുള്ളവർ കാണുകയാണെങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാക്കണം, പൈസയൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. അത് യൂട്യൂബിൽ തന്നെ അവർ നമ്മളെ ഏറ്റെടുത്തിട്ടേ ഇല്ല. അവർ നമ്മളെ ഏറ്റെടുത്താൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അത് എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ പിന്നെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ കിട്ടില്ല ഉറപ്പായിട്ടും. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ നമ്മൾ കളയരുത്. ഒരു നാൾ നമ്മൾ യൂട്യൂബിൽ മോണിറ്റേഷൻ ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വീഡിയോകളും റീൽസുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടിയും ഇതേപോലെയുള്ള വീഡിയോ ചെയ്യുന്നവർ വീണ്ടും ചെയ്യുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോകരുത്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കരുത്, മുന്നോട്ട് തന്നെ വയ്ക്കുക. അത് മുന്നോട്ട് തന്നെ പോകുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് ആഴ്ച 2-3 നിങ്ങൾ പരമാവധി ഇടാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ എല്ലാവരും വരട്ടേന്ന്, എല്ലാവരും ഇത് സോഷ്യൽ മീഡിയ യുഗമല്ലേ. നമുക്കിപ്പോൾ എല്ലാവർക്കും ഉണ്ടൊരു എല്ലാവരുടെയും കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു അവസരം ഇപ്പോൾ ഇങ്ങനെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും യൂട്യൂബിലൂടെയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിക്കുക. ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുക. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ അതെ ഞങ്ങളുടെ വീഡിയോ കാണുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ കേട്ടോ അല്ലേ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുക. അതെ, നിങ്ങളെല്ലാം കാണുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഒന്ന് ഞങ്ങളുടെ വീഡിയോ കൂടി കണ്ട് ഞങ്ങളെ സഹകരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞത് ശരിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യൂട്ടോ, ഇങ്ങനെ ചെയ്യും. നിങ്ങൾ അറിയുന്നവർ പറഞ്ഞു തരണം. കാരണം എന്നാലും നമുക്ക് അറിയുള്ളൂ. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കലാണല്ലോ അറിയുന്നവരുടെ കാര്യം അല്ലേ. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ അടുത്ത ആൾക്ക് പകർന്നു നൽകുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾക്ക് പകർന്നു നൽകുക. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഞങ്ങളത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അടിപൊളിയാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഞങ്ങൾ വരും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എന്താ അതിൻ്റെ പേര്, അഡീനിയം. അത് അഡ്രീനിയം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അഡ്രീനിയം എന്നുള്ള പേര് ഞാൻ തിരുത്തി അഡീനിയമായി. അത് ഒരാൾ പറഞ്ഞു തന്നാണ് കേട്ടോ, അഡീനിയം അല്ലേ.
അഡീനിയോ എന്നാണ് ആ പൂവിൻ്റെ പേരെന്നാണ് പറയുന്നത്. കാരണം ഞാൻ അറിഞ്ഞത് അഡ്രീനിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തിരുത്തിയിരിക്കുന്നു. അതേപോലെ നിങ്ങൾ പറഞ്ഞു തരിക, ഞാനപ്പോൾ തിരുത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇതേപോലെയുള്ള ചെറിയ വീഡിയോയുമായിട്ട് വരും. വെറുപ്പിക്കൽ വീഡിയോയുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. സഹിക്കുക കേട്ടോ. അല്ലേ വെറുപ്പിക്കൽ വീഡിയോ എന്നത് ഇല്ല, വെറുപ്പിക്കലൊന്നുമല്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, തുടങ്ങിയവരുണ്ട്, ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പറയണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾ മടിച്ച് മാറി നിൽക്കാതെ മുന്നോട്ട് വരിക, റീൽസ് ചെയ്യുക, ആരെയും നോക്കണ്ട കേട്ടോ. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ആരെന്ത് പറയുന്നുള്ളതല്ല ഇവിടെ വിഷയം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പുറത്തുണ്ടാവും, അത് നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ അല്ലേ. നമ്മളെ പരിചയമുള്ളവർ ഒരിക്കലും നമ്മളോട് നീ അത് ചെയ്യുമെന്ന് പറയില്ല. കാരണം അവൾക്ക് പ്രാന്താണ്, അവന് പ്രാന്താണെന്നേ പറയുള്ളൂ. കോമഡി തരവും കാട്ടി നടക്കുന്നുണ്ട, സത്യമല്ലേ? അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കരുത്. ഇന്നലെ ഒരു ചിരിയിൽ എത്ര വയസ്സായ ആൾക്കാർ വന്ന് ഡാൻസ് കളിച്ചത് അല്ലേ? അവർക്കൊരു പ്ലാറ്റ്ഫോം ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്നലെയാണ് വന്ന് ഡാൻസ് ചെയ്തത്. അവർ പറയേണ്ടായിരുന്നു, എനിക്ക് ഒരു എന്താ പറയുക, ഇതുവരെ വലിയ സ്റ്റേജുകളിലൂടെയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഒരു ഡാൻസ് ചെയ്യണം പറഞ്ഞിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്, പക്ഷെ എന്നാലും ഒരു സ്റ്റേജ് കിട്ടിയില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇന്നലെ അതിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അവർ 60 വയസ്സായി എന്നുള്ളതല്ല അവിടെ പ്രശ്നം. അവരുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം ഇന്നലെയാണ് അവർക്ക് കിട്ടിയത്. കുട്ടിക്കാലം മുതൽ ഡാൻസ് പഠിച്ച ഒരു ആൾക്ക് 60ാമത്തെ വയസ്സിലാണ് അറിയപ്പെടുന്ന ഒരു സ്റ്റേജിൽ പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുക, അതേപോലെ ഒരു അവസരം നമുക്ക് ഉണ്ടാവും. അപ്പോൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് അത്രേ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, വീണ്ടും കാണാം. ഹായ്.